അങ്ങനെ ഒരു ഗേറ്റിൻ്റെയും ഒരു സ്റ്റെയറിൻ്റെയും വർക്കാണ്. ആക്രി ട്യൂബാണ്. എന്ന് വെച്ചാൽ ആക്രി കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ട്യൂബുകളാണ്. ട്യൂബ് വലിയ കുഴപ്പമൊന്നുമില്ല. അത് വെച്ചാണ് നമ്മൾ ഒരു ഗേറ്റും അടിക്കണം, പിന്നെ ഒരു സ്റ്റെയർ അടിക്കും. അങ്ങനെ ഗേറ്റിൻ്റെ വർക്ക് തുടങ്ങി. ഗേറ്റിൻ്റെ മോഡൽ ഇതാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് CMC ഷീറ്റും കുറച്ച് ട്യൂബും കൂടെ കാണും. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങും ഉണ്ടാക്കി കൈയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഔട്ട് ലുക്ക്. ഇതിൻ്റെ അകത്ത് ഷീറ്റ് കാണാൻ നമ്മൾ റെഡിമേഡ് ഷീറ്റാണ് അല്ലേ നമ്മൾ കൊടുക്കാറുള്ളത്. ആ റെഡിമേഡ് ഷീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ഇതിന് ആംഗ്ലയർ വെച്ച് ഉറപ്പിക്കുകയാണ്. അളവിന് കട്ട് ചെയ്തിട്ട് ആംഗ്ലയർ വെച്ച് ഉറപ്പിച്ച് അതിന് അതിൻ്റെ അകത്ത് വെച്ച് വെൽഡ് ചെയ്യണം. ഷീറ്റാകുമ്പോൾ നമുക്ക് പണി കുറഞ്ഞു കിട്ടും. കുറേ നാൾ നീന്തം വയ്ക്കും. സമയലാഭമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അവസാനം ഇതാണ് നമ്മുടെ സ്റ്റെയറിൻ്റെ ലുക്ക്. ഹാൻഡ് റൈലും എല്ലാം അടിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഹാൻഡ് റൈൽ അടിക്കാനുണ്ട്. ട്യൂബ് തികഞ്ഞില്ല. അപ്പം ഞങ്ങൾ ഇത്രയൊക്കെ അടിച്ചു വൃത്തിയാക്കി മേലെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വർക്കിലോട്ട് പോകണം. പിന്നെ ഗേറ്റുള്ളതുകൊണ്ട് സെറ്റ് ചെയ്തായിരുന്നു. ഇതാണ് ഗേറ്റ്. പെയിൻ്റ് കഴിച്ചപ്പോൾ വേറെ ലെവലായി. കുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. കുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കാം അല്ലേ. CMC ഷീറ്റൊക്കെ അടിച്ച് അങ്ങനെ ഗേറ്റിൻ്റെ ലുക്ക് കാണാൻ ഒരു ഭംഗിയുള്ള രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീട്ടുകാരന് ഇഷ്ടപ്പെട്ടു.